ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. കായിക ലോകത്തു നിന്നുള്ള പുത്തൻ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം. സ്പോർട്സ് മിക്സ്. കായിക ലോകം കഴിഞ്ഞയാഴ്ചയിൽ തയ്യാറാക്കിയത് പത്രപ്രവർത്തകനും സ്പോർട്സ് ലേഖകനുമായ ഷഹബാസ് വെള്ളില. കൊല്ലം കോർപ്പറേഷനോളം ജനസംഖ്യ മാത്രമുള്ള കേപ്പ് വെൽഡി 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടിയ വാർത്തയാണ് ഈ ആഴ്ചയിൽ കായിക രംഗത്തെ ഏറ്റവും ചൂടുള്ള വാർത്ത. 5.25 ലക്ഷം മാത്രമാണ് രാജ്യത്തിന്റെ ജനസംഖ്യ. ഫിഫ റാങ്കിങ്ങിൽ 70ാം സ്ഥാനത്താണ് രാജ്യം. ആഫ്രിക്കൻ മേഖല യോഗ്യതാ റൗണ്ടിൽ എസ്വറ്റീനയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ചതോടെയാണ് രാജ്യം യോഗ്യത ഉറപ്പിക്കുന്നത്. രാജ്യാന്തര സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ കരുത്തരായ ബ്രസീലിനെ അട്ടിമറിച്ച് ജപ്പാൻ. ടോക്കിയോയിൽ നടന്ന മത്സരത്തിൽ 2 ഗോളുകൾക്ക് പിന്നിട്ടുനിന്ന ശേഷമാണ് ഏഷ്യൻ വമ്പന്മാർ 3 ഗോളുകളടിച്ച് മുൻ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ വിറപ്പിച്ചത്. ആദ്യമായാണ് രാജ്യാന്തര മത്സരത്തിൽ ജപ്പാൻ ബ്രസീലിനെ തോൽപ്പിക്കുന്നത്. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ടെസ്റ്റിൽ മികച്ച വിജയം നേടിയ ഇന്ത്യ സമ്പൂർണ്ണ ജയത്തോടെ പരമ്പര സ്വന്തമാക്കി. 2 ടെസ്റ്റുകളുള്ള പരമ്പരയിൽ 2ാം ടെസ്റ്റിലും വെസ്റ്റ് ഇൻഡീസിന് കാര്യമായി ഒന്നും ചെയ്യാനായില്ല. 2ാം ടെസ്റ്റിൽ 7 വിക്കറ്റിനാണ് ഇന്ത്യ വിജയം നേടിയത്. കുൽദീപ് യാദവാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. രവീന്ദ്ര ജഡേജയെ ടൂർണമെന്റിലെ താരമായി തെരഞ്ഞെടുത്തു. അതേസമയം ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ ഇന്ത്യ 3ാം സ്ഥാനത്ത് തുടരുകയാണ്. ഓസ്ട്രേലിയ 1ാം സ്ഥാനത്തും ശ്രീലങ്ക 2ാം സ്ഥാനത്തുമാണ്. വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ മത്സരം കൈവിട്ട് ഇന്ത്യ. ഓസ്ട്രേലിയയോട് 3 വിക്കറ്റിനാണ് ഇന്ത്യ അടിയറവ് പറഞ്ഞത്. 330 റൺസ് നേടിയിട്ടും ഇന്ത്യയ്ക്ക് വിജയം നേടാനായില്ല. നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയുടെ നായിക അലിസ ഹീലിയുടെ സെഞ്ചുറി കരുത്തിലാണ് ഓസ്ട്രേലിയയുടെ വിജയം. ബംഗ്ലാദേശിനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയം. ത്രില്ലർ മത്സരത്തിൽ 3 വിക്കറ്റിനായിരുന്നു ആഫ്രിക്കൻ ജയം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ബംഗ്ലാദേശ് 50 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 232 റൺസാണ് നേടിയത്. 49.3 ഓവറിൽ വിജയലക്ഷ്യം മറികടന്ന് ദക്ഷിണാഫ്രിക്ക ജയം സ്വന്തമാക്കുകയായിരുന്നു. 5-78 എന്ന നിലയിൽ നിന്നായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ഉയർത്തെഴുന്നേൽപ്പ്. ബംഗ്ലാദേശിനെതിരെ 100 റൺസിന്റെ വിജയം സ്വന്തമാക്കി ന്യൂസിലാൻഡ്. ആദ്യം ബാറ്റു ചെയ്ത കിവികൾ 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 227 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശ് 127 റൺസിൽ എല്ലാവരും പുറത്തായി. ശ്രീലങ്കയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് വമ്പൻ ജയം. 89 റൺസിന്റെ കൂറ്റൻ വിജയമാണ് ടീം നേടിയത്. 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 253 റൺസാണ് ഇംഗ്ലണ്ട് നേടിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 45.4 ഓവറിൽ 164 റൺസിന് പുറത്തായി. ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റ് സമാപിച്ചപ്പോൾ നിരാശയോടെ കളം വിട്ട് കേരളം. കഴിഞ്ഞ വർഷത്തിൽ നിന്നും കാര്യമായ പുരോഗതിയില്ലാതെയാണ് ഭുവനേശ്വറിൽ നിന്നും കേരളം മടങ്ങുന്നത്. 5 സ്വർണവും 4 വെള്ളിയും 10 വെങ്കലവുമടക്കം ആകെ 19 മെഡലാണ് കേരളത്തിന്റെ നേട്ടം. കഴിഞ്ഞ വർഷം 6 സ്വർണവും 3 വെള്ളിയും 9 വെങ്കലവുമാണ് നേടിയിരുന്നത്. 289 പോയിന്റിന്റെ അട്ടിമറി ജയവുമായി തമിഴ്നാട് 1ാം സ്ഥാനം സ്വന്തമാക്കി. കഴിഞ്ഞ 8 മീറ്റുകളിൽ തുടരെ ചാമ്പ്യൻ പട്ടം നേടിയ ഹരിയാനയെ അട്ടിമറിച്ചായിരുന്നു തമിഴ്നാടിന്റെ വിജയം. 2 പോയിന്റ് വ്യത്യാസത്തിൽ 287 പോയിന്റോടെ ഹരിയാന 2ാമതായി. സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ഇന്തോനേഷ്യക്കെതിരെ അണ്ടർ 23 ഇന്ത്യൻ ടീമിന് ജയം. 2-1 ടീമിന്റെ ജയം. സുഹൈൽ അഹമ്മദ് ഇന്ത്യയ്ക്കായി ഇരട്ട ഗോൾ നേടി. ഡോണി ട്രി പമൂങ്കാസാണ് ആതിഥേയർക്കായി ഗോൾ കണ്ടെത്തിയത്.
ഖത്തറും സൗദി അറേബ്യയും 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടി. ജിദ്ദയിൽ നടന്ന 4ാം റൗണ്ട് മത്സരത്തിൽ ഇറാഖിനെ ഗോൾരഹിത സമനിലയിൽ തളച്ചാണ് സൗദി ഗ്രൂപ്പ് ജേതാക്കളായി യോഗ്യത നേടിയത്. ദോഹയിൽ നടന്ന മത്സരത്തിൽ 2-1 തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് തന്നെയാണ് ഖത്തറും ലോകകപ്പ് യോഗ്യത ഉറപ്പിച്ചത്. ആതിഥേയരായി ലോകകപ്പിൽ കളിച്ചതു മാറ്റി നിർത്തിയാൽ ഖത്തർ ഇതാദ്യമായാണ് ലോകകപ്പിനെത്തുന്നത്. UAEക്കും ഇറാഖിനും പ്ലേ ഓഫ് കളിച്ച് യോഗ്യത നേടാൻ അവസരമുണ്ട്. ഇത്തവണ 9 ഏഷ്യൻ രാജ്യങ്ങൾക്കാണ് ഫിഫ ലോകകപ്പിൽ മത്സരിക്കാനുള്ള അവസരമുള്ളത്. ലോക ഫുട്ബോൾ ഇതിഹാസം ഗോളടി തുടരുന്നു. ഹംഗറിക്കെതിരായ ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ 2 ഗോളുകളാണ് വെറ്ററൻ താരമായ പോർച്ചുഗൽ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയത്. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ 41 ഗോളോടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരം എന്ന റെക്കോർഡും 40കാരൻ സ്വന്തം പേരിലാക്കി. സൂപ്പർ താരം എംബാപ്പയുടെ ഗോളിൽ അസർബൈജാനെ തോൽപ്പിച്ച് ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഫ്രാൻസ്. മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കായിരുന്നു ടീമിന്റെ ജയം. യൂറോപ്യൻ യോഗ്യതാ റൗണ്ടിൽ ഗ്രൂപ്പ് ഡിയിൽ 1ാം സ്ഥാനത്താണ് ഫ്രാൻസ്. കൊച്ചിയിൽ ആരംഭിച്ച സംസ്ഥാന സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ ജേതാക്കളായ കോട്ടയം സെമിയിൽ. കാസർകോടിനെ 2-1 തോൽപ്പിച്ചായിരുന്നു ചാമ്പ്യൻ ടീം സെമിയിൽ കടന്നത്. സാൽ അനസ്, നിതിൻ വിൽസൺ എന്നിവരാണ് കോട്ടയത്തിനായി ഗോൾ നേടിയത്. കൃഷ്ണരാജിന്റെ വകയായിരുന്നു കാസർകോടൻ ഗോൾ. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറം FC കണ്ണൂർ വാരിയേഴ്സ് മത്സരം സമനിലയിൽ. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഗോളുകളൊന്നും തന്നെ നേടിയില്ല. ആദ്യ മത്സരം സ്വന്തമാക്കിയ ഇരു ടീമുകളും വിജയം പ്രതീക്ഷിച്ചു തന്നെയാണ് 2ാം മത്സരത്തിനിറങ്ങിയത്. ഇരു ടീമുകൾക്കും മികച്ച അവസരം ലഭിച്ചെങ്കിലും ഗോൾ പിറന്നില്ല. ആദ്യ മത്സരത്തിൽ മലപ്പുറത്തിനോട് തോറ്റ തൃശൂർ നിലവിലെ ചാമ്പ്യന്മാരായ കാലിക്കറ്റിനെ വീഴ്ത്തി വിലപ്പെട്ട 3 പോയിന്റ് സ്വന്തമാക്കി. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിനായിരുന്നു തൃശൂർ മാജിക് FCയുടെ വിജയം. 36ാം മിനിറ്റിൽ തൃശൂരിന്റെ ബ്രസീൽ താരം മേസൺ ആൽവേസ് ആണ് വിജയ ഗോൾ നേടിയത്. ഫോഴ്സ കൊച്ചിയെ വീഴ്ത്തി തിരുവനന്തപുരം കൊമ്പൻസിന്റെ ആദ്യ ജയം. സ്വന്തം കാണികൾക്കു മുന്നിൽ ഏകപക്ഷീയമായ 1 ഗോളിനായിരുന്നു ടീമിന്റെ ജയം. 67ാം മിനിറ്റിൽ വിക്ടറാണ് കൊമ്പൻസിനായി ഗോൾ കണ്ടെത്തിയത്. 2 മത്സരങ്ങളും തോറ്റ ഫോഴ്സ കൊച്ചി സൂപ്പർ ലീഗ് കേരളയിൽ ഏറ്റവും പിറകിലാണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളം പതറുന്നു. ആദ്യ ഇന്നിംഗ്സിൽ മഹാരാഷ്ട്രയെ 239 റൺസിന് പുറത്താക്കി വീറുകാട്ടിയെങ്കിലും മറുപടി ബാറ്റിംഗിനിറങ്ങിയ കേരളം 3ാം ദിനം 18 ഓവർ പൂർത്തിയായപ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 64 എന്ന നിലയിലാണ്. ബോളർമാർ മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ബാറ്റിംഗ് മുന്നേറ്റ നിര പതറുന്നതാണ് ടീമിനെ ആശങ്കപ്പെടുത്തുന്നത്. സ്പോർട്സ് മിക്സ് കായിക ലോകം കഴിഞ്ഞയാഴ്ചയിൽ തയ്യാറാക്കിയത് പത്രപ്രവർത്തകനും സ്പോർട്സ് ലേഖകനുമായ ഷഹബാസ് വെള്ളില.